ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്പിരിച്വലാണോ സോളിഷ് ആണോ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. നമ്മൾ ഓർക്കും നമ്മൾ ആത്മീയരാണെന്ന്, പക്ഷേ അവസാനം കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് പിടികിട്ടുന്നത് നമ്മൾ ആത്മീയരല്ലായിരുന്നു, സ്പിരിച്വൽ അല്ലായിരുന്നു, സോളിഷ് ആയിരുന്നു. ഇപ്പം 3 ടൈപ്പ് ആൾക്കാരല്ല ലോകത്തുള്ളത്. ബൈബിൾ വായിക്കുമ്പോൾ പിടികിട്ടും. ഒന്ന് കാർണൽ, അല്ല പ്രാകൃത മനുഷ്യൻ, ലോകമനുഷ്യൻ എന്ന് പറയുമ്പോൾ കർത്താവിനെ അറിയാത്ത, അല്ലെ നമ്മളാണ് കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള കാലം. 2 സോളിഷ്, കർത്താവിനെ അറിഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ജഡത്തിൻ്റെ പ്രവർത്തികളുണ്ട്, പാപമുണ്ട്, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, പക്ഷേ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതിന് സോളിഷ് അല്ലെങ്കിൽ സ്പിരിച്വൽ ബേബ്സ് എന്ന് പറയും, ആത്മീയമായിട്ട് ശിശുക്കൾ. പൗലോസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കോറിന്ത്യയിലൊക്കെ പറയുന്നുണ്ട്, എനിക്കിപ്പോഴും നിങ്ങളോട് ശിശുക്കളോടെന്ന പോലെ മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ, കാരണം നിങ്ങൾ ജഡികരാ, അല്ലെ സോളിഷാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ വീണ്ടും ജനനം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ആത്മീയരായെന്ന്. ആ ധാരണ മാറണം. വീണ്ടും ജനനം നടന്നതുകൊണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചതുകൊണ്ടോ നമ്മൾ ആത്മീയരായെന്ന് അർത്ഥമില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാൻ തുടങ്ങുന്നവരെ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, കാരണം പല ആൾക്കാരും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ 25-26 വർഷത്തോളം ഞാൻ വീണ്ടും ജനനം നടന്നു, സ്നാനപ്പെട്ടു, ഒരു ദൈവത്തിലായി, ഒരു ആത്മീയനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാനൊരു ആത്മീയ ശിശുവായിരുന്നു, സ്പിരിച്വൽ ബേബിയായി. കാരണം പല പ്രവർത്തികളും, ജഡത്തിൻ്റെ പല പ്രവർത്തികളും വിട്ടുപോയിട്ടില്ല. അത് വിട്ടാൽ തന്നെ വീണ്ടും മടങ്ങി വരിക. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് ഈ ഒരു ആത്മീയനെ അല്ല എന്ന് പറഞ്ഞു. അതായിരുന്നു എല്ലാത്തിൻ്റെ തുടക്കം. ഞാൻ കർത്താവിന് നന്ദി പറയും. അപ്പോൾ വർഷങ്ങളോളം നമുക്ക് സ്പിരിച്വൽ ബേബീസായിട്ട് കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മളൊരു സ്വയ തൃപ്തി അടയുക. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, എനിക്ക് വചനമൊക്കെ അറിയാം, ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് മറുപടി വരുന്നുണ്ട്, കൃപാവരങ്ങളുണ്ട്, പിന്നെ പറയേ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും, മറ്റുള്ള സൗഖ്യമാകുന്നു, അല്ലെ പ്രവചനവരം കിട്ടി, രോഗികളെ സൗഖ്യമാക്കാൻ പറ്റുന്നു, അന്യഭാഷ സംസാരിക്കുന്നു, ഇതുണ്ടെങ്കിൽ പിന്നെ പറയേ വേണം. ഇതൊന്നുമല്ല യഥാർത്ഥ ഒരു ആത്മീയൻ്റെ ലക്ഷണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതോ, അല്ലെ നമ്മളിൽ കൂടെ മറ്റുള്ള രോഗികൾ സൗഖ്യമാകുന്നതോ, അല്ലെ പ്രവചിക്കുന്ന ഒന്നുമല്ല യഥാർത്ഥ ആത്മീയൻ്റെ ലക്ഷണം. ആത്മീയനൊരു ഒറ്റ ലക്ഷണമേ ഉള്ളൂ, ആത്മാവിനാൽ നടത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നടന്നതുപോലെ നടക്കുന്നത്. കർത്താവിൻ്റെ സ്വഭാവത്തിനോട് അനുരൂപരാകാൻ ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരും. അപ്പം അതിന് നമ്മൾ കർത്താവിനെ പോലെ ആകാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയാമോ? നമ്മുടെ ജഡവ, അല്ലെ നമ്മളെ പഴയ മനുഷ്യൻ. അപ്പം ആത്മീയമായിട്ട് നമ്മൾ വീണ്ടും ജനനം നടന്നു, അതിനുശേഷം നമുക്ക് വർഷങ്ങളോളം നമുക്ക് ആത്മീയ ശിശുക്കളായിരിക്കാൻ പറ്റും. ഒരു വളർച്ചയില്ലാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പാല് മാത്രം കുടിച്ച് നമുക്കിഷ്ടമുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറേ വചനങ്ങൾ വായിച്ചും അത് ഉറക്കെ കൺഫസ് ചെയ്തും മാത്രം വെറും ശിശുക്കളായിട്ട് നമുക്ക് പോവാം. പക്ഷേ ലോക മനുഷ്യമായിട്ട്, അല്ലെങ്കിൽ ജഡിക മനുഷ്യമായിട്ട് വലിയ വ്യത്യാസം കാണത്തില്ല. അതാ പ്രശ്നം. ആത്മീയരാണ് നമുക്ക് അവകാശപ്പെടാം, കാരണം വീണ്ടും ജനനം നടന്നു, പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ചെന്നിട്ടില്ല. ലോകമനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കർത്താവിനെ അറിയുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ പല സ്വഭാവങ്ങളും നമുക്ക് ത്യജിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആത്മീയമായി ശിശുവായിരിക്കുന്നതുകൊണ്ട്, ശിശുവായിരിക്കാം കുറച്ച് വർഷങ്ങൾ. നമ്മൾ എപ്പോഴും കാണാറുള്ള പിള്ളേർ, അവർ ജനിച്ചു 1, 2, 3, 4, 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നന്നായിട്ട് നടക്കാൻ തുടങ്ങുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു, സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ കുറച്ച് നാൾ നമുക്ക് ശിശുക്കളായിട്ടിരിക്കാം, പക്ഷേ ഒരു സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാകും. സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് വേറെയാണ്, അല്ലേ? പേര് വേറെ. അപ്പോൾ തിരിച്ചറിയിട്ട് ഞാനൊരു വചനം വായിക്കാം, അപ്പോൾ പിടികിട്ടും. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 1, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1. പൗലോസ് പറയാണ്, ഇതാണ് ഞാൻ
ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ല. ഹെയർ, പിന്തുടരാവകാശി, അവകാശി. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളല്ലേ? വീണ്ടും ജനനം നടക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായിട്ട് മാറുക. നമ്മളെ കാറ്റഗറിയിലോട്ട് വന്നു, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള കാറ്റഗറിയിലോട്ട് വന്നു. പക്ഷേ വചനം പറയാതെ അവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ല. നമ്മളിപ്പോൾ നമ്മുടെ 3 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ പേരിൽ നമ്മുടെ കോടിക്കണക്കിന് രൂപ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വസ്തുക്കളും നമ്മുടെ അസറ്റ്സും എല്ലാം കൂടെ അവൻ്റെ പേരിൽ നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ച ശേഷം പിന്നെ നമ്മൾ കാണിക്കുക. 3 വയസ്സേ ഉള്ളൂ. എടാ നോക്ക്, പപ്പായുടെ മുഴുവൻ സ്വത്തും നിനക്ക് എഴുതി തന്നേക്ക്. അവന് വല്ലതും മനസ്സിലാവും. കാരണം അവൻ ശിശുവാണ്. പക്ഷെ പൊസിഷനിലി അവനെ ഇതിൻ്റെ എല്ലാം അവകാശിയാക്കിക്കൊണ്ടുള്ള ആ രേഖയാണ് അപ്പൻ്റെ കയ്യിരിക്കുന്നത്. എന്താ പ്രയോജനം എന്ന് പറഞ്ഞ പോലെ തന്നെ വീണ്ടും ജനം നടക്കുമ്പോൾ പൊസിഷനിലി നമ്മൾ കർത്താവിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ അവകാശികളും യേശുവിൻ്റെ കൂട്ടവകാശികളുമായി. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നു. ഓക്കെ, അടുത്ത പൊസിഷൻ കർത്താവ് അനുഗ്രഹിക്കാം.